ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡില് സത്യഭാമയുടെ പലഹാരങ്ങളൊന്നും റെഡിയാവുന്നില്ല. പിള്ളച്ചേട്ടൻ പറയും പണി അറിയാവുന്ന ആരെങ്കിലും വരണം, അല്ലാണ്ട് ഇത് റെഡിയാവില്ല. ശേഷം ഭാമ പുറത്തു പോയിട്ട് പിള്ള പറഞ്ഞ കാര്യവും അതുപോലെ രാഘവേട്ടൻ പറഞ്ഞതൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കണേ. പിന്നീട് കാണിക്കുന്നത് സുസ്മിതയുടെ അടുത്തേക്ക് ഉപേന്ദ്രൻ വന്നിരിക്കുക. ബോസുണ്ട്, യുദ്ധ കളങ്ങളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്നത് യുദ്ധം തുടങ്ങാനുള്ള ശംഖുവിളി മാത്രം. ബോസയ്ക്കും എവിടെ നമ്മുടെ യുദ്ധം നയിക്കേണ്ടവൻ പ്രധാന താരവും അവനാണ്. സുസ്മിത പറയും, ചാഞ്ചാടി നിൽക്കുന്നൊരു മനസ്സ്. ചില നേരങ്ങളിൽ അവന് നഷ്ടസ്വപ്നങ്ങളെ കുറിച്ചൊരു വേദന വരും. അത് അപകടമാണ്. പോരാടാൻ വരുന്നവന് ഉള്ളിൽ പക മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. പരിക്കേറ്റവന്റെ മുഖം കൊണ്ട് സങ്കടപ്പെടുന്നവന് യുദ്ധത്തിൽ നിന്നല്ല അവനവന്റെ ജീവിതത്തിൽ പോലും സ്ഥാനമില്ല. നമ്മൾ നയിക്കുന്ന ഈ പടയുടെ മുന്നിൽ നിൽക്കേണ്ടവൻ രോഹിത്. അതവൻ ചിലപ്പോഴൊക്കെ മറന്നു പോകുന്നുണ്ടോന്നൊരു സംശയം. ഉപേന്ദ്രൻ പറയും, അവൻ മറക്കട്ടെ, മറവി നല്ലതാ, അത് ചിലപ്പോൾ നമുക്ക് ഗുണം ചെയ്യും. ഈ യുദ്ധത്തിൽ എതിരാളിക്ക് മുന്നിൽ എതിരാളിയുടെ മാനസിക നില തകർക്കാൻ പറ്റുന്ന ഒരുത്തൻ. ഭീഷ്മ പിതാമഹന്റെ ആയുധം താഴെ വയ്ക്കാൻ ശിഖണ്ഡിയെ കൊണ്ടുവന്നതുപോലെ വിഷ്ണുവിന്റെ ചങ്കിലിട്ടൊരു കൊട്ട്, അതാണ് രോഹിത്. കാര്യങ്ങൾ ഭംഗിയായി നടന്നു കഴിയുമ്പോ എല്ലാ കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് ശിക്ഷ വാങ്ങിക്കാൻ നമ്മൾ വെച്ചിരിക്കുന്ന നമ്മുടെ ഏജന്റ് അവൻ അല്പം അതുകൊണ്ട് തന്നെ ഒരിത്തിരി മറവിയുണ്ടാകുന്നത് നല്ലതാണ്. ബോസ് പറയും, ഒരു കൊലക്കേസിന്റെ FIR തയ്യാറാക്കുന്ന കൈവിരലിലൂടെയാണ് ഞാനിതാ ഈ ലേലത്തിന്റെ ചാർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ലേല വീട്ടിൽ വരുന്നവരും വിളിക്കുന്നവരും വരാൻ പോകുന്നവരും എല്ലാം നമ്മുടെ മാത്രം നിയന്ത്രണത്തിലായിരിക്കും. നമ്മൾ കൊടുക്കുന്ന ഒരു ചരടിന്റെ അറ്റത്ത് നിന്ന് വളരെ അനുസരണയോട് കൂടി പണിയെടുക്കാൻ വിധിക്കപ്പെട്ടവർ മാത്രമേ ഈ ലേലസ്ഥലത്തേക്ക് നമ്മൾ കടത്തിവിടൂ. അല്ലാതെ വരുന്നവരെ പൂട്ടാൻ ആളെ ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ വലക്കണ്ണി അറുത്ത് അകത്ത് കയറുന്നവരെ അവര് പൂട്ടിക്കോളും. അപ്പൊ സുസ്മിത പറയും, നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ലേലത്തുകയുണ്ട്. അതിനപ്പുറത്തേക്ക് ആര് വിളിക്കാൻ വന്നാലും അവന്റെ ശബ്ദം എന്നേക്കുമായി അടപ്പിക്കാനുള്ള ഒരു വഴി അത് നമ്മൾ കണ്ടുവെക്കോ. ബോസ് പറയും, കാര്യങ്ങൾ ഇതുവരെ എന്റെ നിയന്ത്രണത്തിലാണ്. എതിര് വരാവുന്ന വഴികളെല്ലാം നമ്മൾ അടച്ചിട്ടുണ്ട്. ശാലിനി വേണോ സാമ്പത്തികമായി ഈ സത്യഭാമയും വിഷ്ണു ഉണ്ടല്ലോ കടുത്ത ഞെരക്കത്തിലുമാണ്. പിന്നെ പുതിയ ലേലം വിളിക്കാർ, അത് നമ്മുടെ ADM-നെ മറികടന്ന് വരിക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും കാറ്റ് നമുക്ക് അനുകൂലാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും ഇപ്പോ രോഹിത് പുറത്തുനിന്ന് കാറില് വരുന്നത്. അങ്ങനെ കാർ അവിടെ നിർത്തി അകത്തേക്ക് കയറി വരികയാണ്. വന്നല്ലോ. രോഹിത് പറയും, വിഷ്ണു അവൻ അവസാന നിമിഷം വരെ ആ വീടിന് വേണ്ടി പോരാടും, ഒരു സംശയവും വേണ്ട. സുസ്മിത പറയും, എന്തെടുത്തിട്ട് പോരാടാൻ? അതിന് അവന്റെ കയ്യിൽ അതിനുള്ള കൂറയുണ്ടോ, പാമ്പുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ ഇതിങ്ങനെ നഷ്ടപ്പെടുത്തില്ലായിരുന്നല്ലോ. ഇത് നമ്മൾ തന്നെ വാങ്ങിക്കും. നാളെ നടക്കുന്ന ലേലത്തിൽ നീ തന്നെയാണ് താരം. നിനക്ക് തന്ന ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനവും ഇത് തന്നെയായിരിക്കും. ഉപേന്ദ്രൻ പറയും, നീ ഭാഗ്യവാനാടാ. സത്യഭാമയും വിഷ്ണുവും ജീവിക്കേണ്ട സ്വപ്ന സ്വർഗമാണ് നിന്റെ മാത്രം സ്വന്തമാക്കാൻ പോകുന്നത്. ഈ സമയം ബോസ് ഇങ്ങനെ സുസ്മിതയെ നോക്കണേ. സുസ്മിതയും ശേഷം ആ മദ്യം ഇത്തിരി രോഹിത്തിന് കൊടുക്കാൻ വേണ്ടി പറയണേ. അങ്ങനെ ഈ സമയത്ത് രോഹിത് ആണെങ്കിൽ ഉപേന്ദ്രനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഉപേന്ദ്രൻ പറയും, ഒന്നുമില്ല, ഇമയിൽ കടന്നവനെ കിട്ടാൻ പോകുന്നത് കൊട്ടാരം, നടക്കാൻ പർവ്വതാനി, കിടക്കാൻ സ്വർണ്ണക്കട്ടിൽ, ഇതിൽ പരം ഭാഗ്യം ആർക്ക് വരൂടാ. അപ്പൊ സുസ്മിത അതാ പിടിക്ക് എന്ന് പറഞ്ഞ മദ്യം കൊടുക്കുമ്പോ രോഹിത് അത് വാങ്ങിച്ച് അപ്പൊ തന്നെ കുടിക്കും. നിന്നെ നീ പോലും അറിയാതെ സമ്പന്നതയുടെ കൊടുമുടിയിൽ കയറ്റുന്നു പറഞ്ഞത് വെറുതെ അല്ലെന്ന് മനസ്സിലായില്ലേ? ഈ ലേലം കഴിയുമ്പോ നഷ്ടപ്പെട്ടതെല്ലാം നിനക്ക് സ്വന്തമാകും. പണം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് എന്താ രോഹിത്തെ നേടാൻ കഴിയാത്തത്? നമ്മൾ അവിടെ തുടങ്ങുന്ന പുതിയ ബിസിനസ് കൂടി പച്ച പിടിച്ച പിന്നെ ഒരു ശക്തിക്കും നമ്മളെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ഉപേന്ദ്രൻ പറയും, ഉയർച്ച, പ്രസക്തി എല്ലാം വന്നു ചേർന്ന് കഴിയുമ്പോ എല്ലാത്തിനും വഴിവെട്ടി തന്ന ഈ പാവം മലേഷ്യക്കാരനെ മറന്നു കളയരുതേ. ഉപകാരപ്പെടുന്നത് വരെ കൂടെ കൂട്ടിയാൽ പോരാ, പണം വരുന്ന വഴികളിലെല്ലാം കൂടെ പിടിച്ചു നിർത്തിയേക്കണം. ബോസ് പറയും, അതിപ്പോ പറഞ്ഞിട്ട് വേണോ? സത്യഭാമയെ തകർക്കാൻ ആദ്യത്തെ അണുബോംബും കൊണ്ടുവന്നത് അവനല്ലേ? പഴയൊരു പ്രണയകഥയുടെ പ്രതികാരമാണെങ്കിലും എടോ, ഞങ്ങൾക്ക് ആ സമയത്ത് അത് നല്ലൊരു കച്ചിത്തുരുമ്പായിരുന്നു. ആ കച്ചിത്തുരുമ്പിൽ പിടിച്ച് ഇത് ഇവിടം വരെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷ്ണുവിന്റെയും ശാലിനിയുടെയും പുക കാണുന്നത് വരെ നമ്മുടെ ഈ കൂട്ടായ്മ തുടരും. എന്നാൽ ഇതിനൊരു അവസാനം ഉണ്ടാവും. അതുകൊണ്ട് ഇനിയുള്ള ഞങ്ങളുടെ നേട്ടത്തിനോടൊപ്പം നിങ്ങളും ഉണ്ടാകും, കൂടെ തന്നെ ഉറപ്പായിട്ടും. ഉപേന്ദ്രൻ പറയും, മതി, മലേഷ്യയിലൊക്കെ ഉള്ള മടക്കം ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ടേ ഉള്ളൂ. ഈ സമയം ബോസ് സുസ്മിതയുടെ കയ്യിൽ വീണ്ടും മദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രോഹിത്തിന് കൊടുക്കാനായിട്ട്. എല്ലാം നാളെ നടക്കുന്ന ലേലത്തെ ആശ്രയിച്ചായിരിക്കും എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ രോഹിത് അത് വാങ്ങിച്ച് കയ്യിൽ പിടിക്കണേ. നമ്മൾ തീരുമാനിച്ചതുപോലെ മാത്രമേ നടക്കാവൂ. രോഹിത് പറയും, അതിലൊരു സംശയവും വേണ്ട. നാളെ നമ്മൾ സത്യാമ്മയുടെ വീട് ലേലത്തിൽ പിടിച്ചിരിക്കും. ഇത് ദൈവത്തിന്റെ തീരുമാന, ഈശ്വരന്റെ കടാക്ഷം. എനിക്ക് നിങ്ങളെല്ലാവരും കൂടി തരുന്ന ഈ സ്നേഹ സമ്മാനം ഞാൻ വാങ്ങിക്കുക തന്നെ ചെയ്യും, ഉറപ്പാണ് എന്ന് പറഞ്ഞിങ്ങനെ മദ്യം അത് കുടിക്കും. ശേഷം വീണ്ടും ഒഴിച്ചിങ്ങനെ കുടിക്കണേ. ഇതൊക്കെ ഇങ്ങനെ ബോസും സുസ്മിതയും ഉപേന്ദ്രനൊക്കെ ആസ്വദിക്കണേ ഇവനെ രോഹിത്തിനെ ഇങ്ങനെ ആക്കിയതില്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ വീട്ടിലെ ശാലിനി ഇങ്ങനെ വരാന്തയിൽ ഇരിക്കുക. അപ്പോഴായിരിക്കും വിഷ്ണു ബൈക്കില് കുട്ടികളെ കൂട്ടി വരുന്നത്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ അവിടെ തന്നെ നിൽക്കുമ്പോ ശാലിനിക്കും എന്താ അവിടെ തന്നെ നിൽക്കുന്നത്, ഇങ്ങുവാ. രണ്ടുപേരുടെയും വരവ് കാണുമ്പോഴേ അറിയാം രണ്ടാളെയും ടീച്ചർ നന്നായിട്ട് കുടഞ്ഞു മട്ടുണ്ടല്ലോ.
എന്തായി രണ്ടുപേരുടെയും മുഖത്തെ ടീച്ചർ പറഞ്ഞതൊക്കെ നിറഞ്ഞു നിൽക്കുകയാണല്ലോ. ശരിക്കും വഴക്കിട്ടല്ലേ? വിഷ്ണു അച്ഛനെയും വഴക്ക് പറഞ്ഞു കാണും അല്ലേ? പപ്പിയും സത്യയും പരസ്പരം നോക്കും. എന്നിട്ട് പപ്പി പറയും പഠിക്കണമെന്ന് മാത്രം പറഞ്ഞു. അത്രേ ഉള്ളൂ. സത്യ പറയും പിന്നെ ഹോംവർക്ക് മുടങ്ങാതെ ചെയ്യണമെന്നും പറഞ്ഞു. ശാലിനി പറയും അത് ടീച്ചർ സ്ഥിരം പറയുന്നല്ലേ, വേറൊന്നും പറഞ്ഞില്ലേ? പപ്പി പറയും പിന്നെ ഞങ്ങളെ മാറ്റി നിർത്തി വിഷ്ണു അച്ഛനോട് എന്തൊക്കെയോ പറഞ്ഞു, അതെന്താണെന്നൊന്നും ഞങ്ങള് കേട്ടില്ല. ശാലിനി പറയും നിങ്ങൾ രണ്ടാളെയും കുറിച്ചുള്ള പരാതിയായിരിക്കും, അതിപ്പോ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ലല്ലോ. വിഷ്ണു ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ശാലിനി വിഷ്ണുവിന്റെ അടുത്തേക്ക് എന്നിട്ട് വയ്ക്കും എന്ത് പറഞ്ഞു വിഷ്ണു ഏട്ടാ? രണ്ടുപേരുടെയും പഠന മികവിനെ കുറിച്ച് ടീച്ചർ ഒരു പ്രസംഗം തന്നെ നടത്തി കാണുമല്ലോ. വിഷ്ണു കുട്ടികളെ നോക്കിക്കൊണ്ട് പറയും രണ്ടുപേരും പഠിക്കാൻ മോശമാണെന്നൊന്നും പറഞ്ഞില്ല, പിന്നെ വീട്ടിൽ വരുമ്പോ കുട്ടികളെ ശരിക്കും ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ശാലിനി പറയും പരാതി ടീച്ചർക്ക് സ്ഥിരമായിട്ടുള്ളതാ. കാരണം എന്താണെന്നറിയോ? ഇവര് ഹോംവർക്ക് ചെയ്യില്ല. എന്തായാലും ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ ചെന്ന് ടീച്ചർക്ക് മുന്നിൽ പെട്ടല്ലോ. വിഷ്ണു പറയും രണ്ടുപേരെയും ശരിക്കും ശ്രദ്ധിക്കണമെന്നും പിന്നെ മാർക്ക് കുറഞ്ഞ ഇനിയും വിളിക്കുമെന്നൊക്കെയാണ് വിഷയം. ശാലിനി പറയും ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഡീൽ ചെയ്യായിരുന്നു ഇത്രയും നാൾ, ഇനിയിപ്പോ ഈ കാര്യങ്ങളിലൊക്കെ കുറച്ച് ശ്രദ്ധ കാണിക്കണം, അല്ലാതെ ഫുൾ ടൈം അമ്മയുടെ ഒപ്പം മാത്രം നിന്നാ പോരാ, അതെ ഞങ്ങളോടൊപ്പം നിൽക്കണം, എന്നാലേ പഠിത്ത കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ് രണ്ടുപേരും കണ്ണും ഇങ്ങനെ നോക്കി നിൽക്കാം. അപ്പോഴേക്കും ശാരദാമ്മ ഇത് കണ്ടോട്ടാ വരുന്നത്. അതെ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്, എല്ലാരും വന്നേ, എല്ലാരും കൂടെ വന്ന് ചായ കുടിച്ചിട്ട് മതി ബാക്കി സംസാരങ്ങളൊക്കെ. എങ്കിൽ ചായ കുടിക്കാം അല്ലേ മക്കളെ? അപ്പോ സത്യയും പപ്പി ഒരേ സ്ഥലത്തിൽ പറയും പിന്നല്ലാതെ വിഷ്ണുറെ എനിക്ക് കയറിക്കോ, ക്ഷീണം കാണേ. അങ്ങനെ രണ്ടുപേരെയും കൂട്ടി ശാരദാമ്മ പോവും. വിഷ്ണു നടക്കും. എന്താ വരുന്നില്ലേ? ശാലിനി പതിയാണ് നടക്കുന്നത്. അങ്ങനെ അവരും അകത്തേക്ക് പോവാ. ശാരദാമ്മ ചായയൊക്കെ കുട്ടികൾക്ക് ചൂടാറ്റി കൊടുക്കണേ. അവരിങ്ങനെ പലഹാരങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. ശാലിനി പറയും അപ്പോ ഇന്നു മുതൽ രണ്ടുപേരും ഹോംവർക്ക് കൃത്യമായിട്ട് ചെയ്തിരിക്കണം, ഇതുപോലെ ഞങ്ങളെ ടീച്ചർ വിളിക്കാൻ ഇടവരുത്തരുത്. സത്യവർഷു എന്റെ അമ്മ എന്തൊരു കഷ്ടം ഇത്, ഒരു കയ്യബദ്ധം പറ്റിയതാണെന്ന് എത്ര തവണ പറഞ്ഞമ്മേ. ശരി. അങ്ങനെ വിഷ്ണുവിനെ ആ ഒരു അച്ചപ്പം കഴിക്കാനായിട്ട് എടുക്കണേ. അപ്പോഴായിരിക്കും പപ്പിയുടെ ചോദ്യം വിഷ്ണുച്ചൻ എത്ര വരെ പഠിച്ചു? അത് കേൾക്കുമ്പോ വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് അച്ചപ്പം പൊട്ടിപ്പോവും. ഞെട്ടിങ്ങനെ കുട്ടീനെ നോക്കാണ്. ശാരദാമ്മ വിഷ്ണുവിനെയും ശാലിനിയെ മാറി മാറി നോക്കും. ശാലിനി ഇങ്ങനെ ചിരിച്ചു ചുമക്കാം. വിഷ്ണുച്ചൻ എത്ര വരെ പഠിച്ചുന്ന് വിഷ്ണുവിന്റെ മക്കൾ ചോദിച്ച് എന്ന് പറഞ്ഞത് കൊടുക്ക. വിഷ്ണുച്ചനെ ഒരുപാട് പഠിച്ചു, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ ശാലിനിക്ക് ഒരു നുള്ളു വെച്ച് കൊടുക്കും. ഈ സമയം ശാരദാമ്മ വേഗം അവിടെ നിന്ന് പോകും. ശാലിനി പറയും മക്കളെ വിഷ്ണുച്ചൻ പഠിക്കാൻ പോയതേ ഗുണ്ടായിസം കാണിക്കാനാ, അതിലെ 100 മാർക്ക് വാങ്ങിക്കുകയും ചെയ്തു അല്ലേ? അപ്പൊ പപ്പിക്കും ആണോ? ശാലിനി പറയും പിന്നല്ലാതെ. അപ്പൊ വിഷ്ണു പറയും അതെ അങ്ങനെ പറഞ്ഞേ കൊച്ചാക്കൊന്നും വേണ്ട, ഇപ്പോഴും സമയം വൈകിട്ടൊന്നുമില്ല, വേണ്ടി വന്നാൽ ഞാൻ 10 പാസ്സായി എടുക്കും, എന്താ സംശയമുണ്ടോ? അപ്പൊ ശാലിനി പറയും എങ്കിലേ ട്യൂഷൻ ഫീസ് പുറത്തേക്കൊന്നും കൊടുക്കണ്ട, ഞാൻ പറഞ്ഞു തന്നാളാം, കൃത്യമായിട്ട് ക്ലാസ്സിൽ വന്നാൽ മതി. അത് കേൾക്കുമ്പോ തന്നെ വിഷ്ണു എങ്ങനെ നാണം വരും. സത്യ പറയും അത് കൊള്ളാലോ, അപ്പൊ അച്ഛൻ ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ആവും. വിഷ്ണു പറയും അപ്പൊ ശാലിനി പറയും ക്ലാസ്മേറ്റ് ആവുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല, ഒന്നിച്ചിരുന്ന് 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ ഞാൻ മതി. വിഷ്ണുവിനെ നോക്കുമ്പോ ശാലിനി പറയും അല്ല പിള്ളേര് 10ലെത്താനേ ഞാൻ ഒരുപാട് സമയം എടുക്കും, ഒരുപാട് വർഷം എടുക്കുന്നേ. വിഷ്ണു ഇതേ ഈ പരിഹാസവാക്കുണ്ടല്ലോ അത് ഈ വിഷ്ണു ചലഞ്ച് ആയിട്ട് എടുക്കാൻ പോവാ, കഴിയെങ്കിലേ ഈ വർഷം തന്നെ ഞാൻ ഈ കടമ്പ ചാടി കിടക്കും കണ്ടോ. ശാലിനി പറയും എങ്കിലൊന്ന് കാണണല്ലോ എന്ന് പറഞ്ഞ സത്യം ചെയ്യാനായിട്ട് കൈ കൊടുക്കും. വിഷ്ണുവിന് ഞെട്ടിപ്പോകും. ശാലിനിക്കും എന്താ പേടിച്ചോ? വിഷ്ണു പേടിയാ എനിക്കോ? പറഞ്ഞു കൊടുക്കും മക്കളെ, അക്സെപ്റ്റ് എന്ന് പറഞ്ഞ കയ്യിലൊരു അടി വെച്ചു കൊടുക്ക. ശാലിനി എന്ന് പറഞ്ഞ നടന്നു തന്നെ എന്നുള്ളൊരു ഭാവത്തിൽ ഇങ്ങനെ നിക്ക. വിഷ്ണു ആണെങ്കില് ആകെ വല്ലാതായി പോകുന്നുണ്ട്, മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ട്. അപ്പൊ പപ്പി വരും വിഷ്ണുച്ചൻ എന്തായാലും ജയിക്കണം, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ഞങ്ങൾ ചെയ്യാം അല്ലേ സത്യേ? സത്യം അതെ അച്ഛന് കട്ട സപ്പോർട്ടായിട്ട് ഞങ്ങൾ കൂടെ നിൽക്കും. വിഷ്ണു അയ്യോ വേണ്ട, നിങ്ങളുടെ സഹായമൊക്കെ കുറച്ചു മുമ്പ് എനിക്ക് ടീച്ചറുടെ ഭാഗത്തുനിന്ന് കിട്ടിയതാണല്ലോ, അച്ഛന് സന്തോഷായി, ഇനി ഇക്കാര്യത്തില് എന്റെ കളക്ടർ മേഡം സഹായിച്ചോളും എന്ന് പറഞ്ഞ ശാലിനി അങ്ങ് ചേർത്ത് പിടിക്കുക അല്ലേ എന്ന് പറഞ്ഞ ഒരു പരിസരം മറക്കുന്നുണ്ട്. എന്നാലും വിഷ്ണു പിന്നെ ഈ നിമിഷം ഞാൻ കളക്ടർ മേഡത്തിന്റെ നല്ല അനുസരണയുള്ള സ്റ്റുഡന്റായി മാറാൻ പോവാ. ശാലിനിക്കും വിഷ്ണുട്ട കാര്യമായിട്ട് പറയണോ? എന്താ കുഴപ്പം? അങ്ങനെ ഒരു ആഗ്രഹം നേരത്തെ തന്നെ ഉണ്ടോ? ശ്രമിച്ചാൽ എല്ലാം നടക്കും. പക്ഷെ എന്റെ മനസ്സില് ഇപ്പോ ഒരൊറ്റ ചിന്തയുള്ളൂ. ഈ സമയം ശാരദാമ്മ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. വിഷ്ണുറിയും എന്റെ വീട്, അതില് നമ്മൾ എല്ലാവരും കൂടി താമസിക്കുന്ന ഒരു ചിത്രമുണ്ട് മനസ്സില്. എന്റെ അച്ഛൻ വെച്ച വീട്ടില് നമ്മുടെ മക്കളോടൊപ്പം താമസിക്കാനുള്ള ഒരു മോഹം, അതെനിക്ക് നേടിയെടുക്കും ഞാൻ. ഈ സമയം ശാരദാമ്മ പോകും. വിഷ്ണുറിയും എന്നല്ലേ ഇനി വൈകുന്നില്ല, ഞാൻ ഇറങ്ങണേ എന്ന് പറഞ്ഞ് ചായ കുടിക്കാ. ശാലിനിക്കും വിഷ്ണുട്ട ഇങ്ങനെ നോട്ടുണ്ടോ? വിഷ്ണുരും പിന്നല്ലാതെ ഇന്ന് ലോഡും കൊണ്ട് രാത്രിയാ പോകേണ്ടത്, പിന്നെ കമലം കൂടെ ഉള്ളവൻ രാത്രി ഉറക്കം വരില്ല, അവൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. പിന്നെ മിണ്ടാതിരിക്കാൻ വായിൽ എന്തെങ്കിലും ലിപ്സ്റ്റിക് ഒട്ടിക്കണം. ഇത് കേൾക്കുമ്പോ ശാലിനിക്ക് ചിരിയൊന്നും വരുന്നില്ല. കുട്ടികൾ രണ്ടുപേരും പൊട്ടിച്ചിരിക്കും. കളിയല്ല കാര്യമായിട്ടാ ഒമ്മാരി തള്ള, ഒരു സൗര്യം ഉണ്ടാവില്ല. സത്യം അത് ശരിയാ, അല്ലെങ്കിൽ കമലൻ അങ്കിളിന്റെ വായിലെ പഴന്തുണി കുത്തി നിറച്ചാ മതി വെച്ചാ. അതിട്ട് എല്ലാരും ചിരിക്കുമ്പോ ശാലിനി പറയും നല്ല മോണാണ്, ഇങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്ക് എന്ന് പറഞ്ഞ് ചെറുതായിട്ട് ദേഷ്യപ്പെടും.
ശേഷം വിഷ്ണുവിനോട് പറയും, വിഷ്ണുവിനെ സൂക്ഷിക്കണം, പ്രത്യേകിച്ചും രാത്രിയിലോട്ടം ഉറക്കം വരികയാണെങ്കിൽ എവിടെയെങ്കിലും വണ്ടി നിർത്തി കുറച്ചു സമയം ഒന്ന് റെസ്റ്റ് എടുത്തിട്ടേ പോകാവൂ. നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണോ ഓവർ ഡ്യൂട്ടി ചോദിച്ചു വാങ്ങിയിട്ടാണെങ്കിലും കുറച്ച് കാശുണ്ടാക്കിയേ പറ്റൂ. എന്ത് ത്യാഗം സഹിച്ചും നമുക്ക് ആ വീട് തിരിച്ചു പിടിക്കണം. അതെന്റെ ഒരു വാശിയാണ്. ഞാനത് തിരിച്ചെടുക്കും, എന്ത് ചെയ്തിട്ടാണെങ്കിലും എന്നിങ്ങനെ വാശിയിലെ അത് സാധിക്കുന്നുള്ള ഒരു രീതിയിൽ തന്നെ വിഷ്ണു ഇങ്ങനെ പറയുന്നത് കാണുമ്പോ ശാലിനി വിഷ്ണുവിന്റെ കടലിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. ശേഷം പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ ഹോട്ടലിലെ ശാന്തേച്ചി പലഹാരം ഉണ്ടാക്കണേ. ശാരദാമ്മ പറയും, 2 കിലോക്കുള്ള കൂട്ടേ ഞാൻ വടക്കി എടുക്കുന്നുള്ളൂ കേട്ടോ. ശാന്തേച്ചി പറയും, മതി ശാരദാമ്മ, 30 തന്നെ പുറത്തേക്ക് കൊടുക്കാനുള്ളൂ, ബാക്കിയെല്ലാം പഴംപൊരിയാ. അങ്ങനെ അവര് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് പിള്ളച്ചേട്ടൻ വരുന്നത്. എന്താ ശാരദാമ്മ, ഗംഭീര തർക്കത്തിലാണല്ലോ. ഇതാരേ പിള്ളച്ചേട്ടനോ എന്ന് പറഞ്ഞ് ശാരദാമ്മ അവിടെ എഴുന്നേൽക്കും. ഈ വഴിക്ക് വന്നിട്ട് കുറെ കാലമായല്ലോ. പിള്ളച്ചേട്ടൻ പറയും, 1-2 പേരെ കാണാൻ വന്നപ്പോ ആ വഴിക്ക് വന്നതാണെന്ന് വെച്ചോ. പക്ഷെ ഇവിടേക്ക് വന്നത് ശാരദാമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ചായ വാങ്ങിച്ചു കുടിക്കാൻ തന്നെയാ. പിന്നെന്താ, പിള്ളച്ചേട്ടൻ ഇരിക്കേ, പിള്ളച്ചേട്ടൻ ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കായിരുന്നു. പിള്ളച്ചേട്ടൻ ഇരിക്കേ എന്ന് പറയുമ്പോ പിള്ളച്ചേട്ടൻ അവിടെ ഇരിക്കും. ശാരദാമ്മ പോയി ചായ എടുക്കണേ എന്നിട്ട് പറയും, ഒന്നും വന്നതിന്റെ ക്ഷീണം മാറിയിട്ടില്ല. അന്ന് അവിടെ നടന്ന കാര്യങ്ങളൊന്നും പിള്ളച്ചേട്ടൻ കണ്ടില്ലല്ലോ. നീ തന്നെ ഔദാര്യം വേണ്ടെന്ന് പറഞ്ഞിട്ട് സത്യം ഇനി എന്നെ പറയാൻ ഒന്നും ബാക്കിയില്ല. എന്നാൽ ഓവന്റെ കാര്യം ഞാൻ വേണ്ടാന്ന് വെച്ചതും സത്യാമ്മയ്ക്ക് വേണ്ടി സംസാരിച്ചതും പിള്ളച്ചേട്ടൻ പറഞ്ഞുകൊണ്ട് തന്നെയാണ് എന്ന് പറഞ്ഞ് ചായ കൊണ്ടുവന്ന് കൊടുക്കണേ. പിന്നെ അന്നത്തെ ആ സംഭവത്തിന് ശേഷം അങ്ങോട്ട് വരാനൊരു മടി, അതാ അങ്ങോട്ട് വന്നൊന്നും അന്വേഷിക്കാൻ കഴിയാഞ്ഞത്. എന്നെ സത്യാമ്മ കാണുന്നത് ആപത്ത് കാലത്ത് അത് ആനന്ദിക്കാൻ വരുന്ന ഒരാളായിട്ടാ. ശത്രുക്കളോട് പോലും എനിക്ക് അങ്ങനെ തോന്നൂല. പിന്നെ എന്റെ മകളുടെ ഭർത്താവിന്റെ വീട്ടുകാരോട് അങ്ങനെ തോന്നുമോ? പിള്ളച്ചേട്ടൻ പറയും, ശാരദാമ്മ ഇതൊന്നും കാര്യാക്കണ്ട. എല്ലാം നഷ്ടപ്പെട്ടൊരു സ്ത്രീ എങ്ങനെങ്കിലും രക്ഷപ്പെടണമെന്നല്ല ആഗ്രഹിക്കുക. എന്നാ അവരിപ്പോഴും അവരുടെ പ്രതാപകാലത്തെ ചിന്തകളും കൊണ്ടാ ജീവിക്കുന്നത്. ഒരു ബിസിനസ് തുടങ്ങിയാലേ അതേക്കുറിച്ച് അറിവില്ലെങ്കിൽ അറിയുന്നവരോട് ചോദിക്കണം. അതിലെ അഭിമാനവും പാരമ്പര്യവും നോക്കിയിട്ട് കാര്യമില്ല. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയണം, അത് പറയില്ല. അവരുടെ മനസ്സും വെച്ച് പലഹാരം ഉണ്ടാക്കുന്ന ബിസിനസ് തുടങ്ങിയ എങ്ങനെ പച്ച പിടിക്കാനാ? മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് 10 പൈസ വാങ്ങിക്കുകയില്ല. ശാരദാമ്മ പറയും, പിള്ളച്ചേട്ടൻ അറിയാലോ, 10 ഊണ് കൊടുത്തു തുടങ്ങിയ കച്ചവടമായത്. ആ അതിൽ നിന്ന് ഞാൻ ഇതുവരെ എത്തിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടതാ. അറിയുന്നവരോടെല്ലാം തുടക്ക സമയത്ത് കാശ് വാങ്ങിച്ചിട്ടുണ്ട്. കച്ചവടം കഴിയുമ്പോ അത് കൃത്യമായിട്ട് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ വാങ്ങിച്ചും കൊടുത്തും മിച്ചം വന്നത് നീക്കി വെച്ചും ഒരുപാട് കഷ്ടപ്പെട്ടു മുണ്ട് മുറുക്കി എടുത്തൊക്കെയാ ഇന്ന് ഈ നിലയിലേക്ക് ഞാനിത് എത്തിച്ചത്. അതുപോലെ സത്യമായി ഒരുങ്ങി ഇറങ്ങിയത് തന്നെ വേണം, എന്നാലേ രക്ഷപ്പെടാനാകൂ. അപ്പോഴേക്കും പഴംപൊരിയുടെ ശബ്ദം കേൾക്കുമ്പോ ചോദിക്കാൻ മറന്നു, ശാന്ത നല്ല ചൂട് പഴംപൊരി ഉണ്ടാക്ക. ഓ, ഇതിനകത്ത് അങ്ങനെയുണ്ടോ? എനിക്ക് പിന്നെ ചൂട് പഴംപൊരി ആയിക്കോട്ടെ. അങ്ങനെ എടുത്തു കൊടുക്കുമ്പോ പിള്ളച്ചേട്ടൻ പറയും, ഇത്രയൊന്നും വേണ്ട. ശാരദാമ്മ പറയും, ആവശ്യമുള്ളത് കഴിച്ചാൽ മതി. അങ്ങനെ കഴിച്ചിട്ട് പിള്ളച്ചേട്ടൻ പറയും, ഇതിങ്ങനെ വിജയിക്കാൻ കാരണം ശാരദാമ്മയ്ക്ക് നന്നായിട്ട് ജോലി അറിയാം. രണ്ടാമത് ആത്മാർത്ഥതയുള്ള ശാന്തയെ പോലുള്ള പണിക്കാർ വേണം. ഇങ്ങനെ സത്യാമ്മയ്ക്കൊപ്പം ഇല്ല. ഉള്ളതിനാണെങ്കിൽ പണിയൊട്ടും അറിയാനും പാടില്ല. ശാരദാമ്മ പറയും, പിള്ളച്ചേട്ടാ ഇതിപ്പോ എന്തെങ്കിലും സഹായം ചെയ്യാന്ന് വെച്ചാല് നേരായ വഴിക്ക് നടക്കില്ല. പണം കൊടുക്കാന്ന് വെച്ചാ ഇവിടുന്നാണെങ്കില് അത് അതുപോലെ ഇങ്ങോട്ട് അയക്കും. ഒപ്പം കുറെ ചീത്തയും പറഞ്ഞിരിക്കും. പിള്ളച്ചേട്ടൻ പറയും, സത്യാമ്മയ്ക്കൊപ്പം പണി അറിയാവുന്ന ഒരാൾ വേണം, എന്നാലേ അവിടെ കാര്യങ്ങളൊക്കെ നേരാവണ്ണം നടക്കൂ. എന്നിട്ട് അവിടെ എഴുന്നേറ്റ് ശാരദാമ്മയുടെ അടുത്ത് നിന്നിട്ട് പറയും, എന്റെ മനസ്സ് തോന്നിയൊരു കാര്യം പറയട്ടെ. എന്താ പിള്ളച്ചേട്ടാ? പിള്ളച്ചേട്ടൻ പറയും, അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല, എന്നാലും ഞാനൊരു വഴി പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മയ്ക്ക് സത്യഭാമയെ സഹായിക്കാനുള്ള ഒരു വഴി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നത് കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത്. അപ്പൊ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു.